സോ നമ്മൾ കൺസ്ട്രെയിൻസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ കുറിച്ചാണ്. അപ്പോൾ തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കേട്ടിട്ടുണ്ട്. മോണോഅറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ, ഡയറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ, പോളി അറ്റോമിക് ഗ്യാസിൻ്റെ കേസിലൊക്കെ നമ്മളത് കേട്ടിട്ടുണ്ട്. ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ, വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാഫ് KBT കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് തന്നെയാണ്, ഏകദേശം അത് തന്നെയാണ് സാധനം. എന്താ നമുക്ക് നോക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ എടുക്കുക. ഈ സ്പേസിലുള്ള ഒരു ഫ്രീ പാർട്ടിക്കിൾ, ആ ഫ്രീ പാർട്ടിക്കിളിന് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഫ്രീ ആയിട്ട് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. എങ്ങോട്ട് വേണം അതിന് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് 3 കോർഡിനേറ്റ് വേണ്ടി വരും. എക്സ് കോർഡിനേറ്റ് വേണ്ടി വരും, വൈ കോർഡിനേറ്റ് വേണ്ടി വരും, ഇസഡ് കോർഡിനേറ്റ് വേണ്ടി വരും. അപ്പം 3 കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് കോർഡിനേറ്റ്സിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് independent coordinates to specify the state of motion of a particle or system of particle is called the degree of freedom. അപ്പോൾ 3 കോർഡിനേറ്റ് വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അവിടെ പറയാം 3 degrees of freedom ഉണ്ടെന്ന് പറയാം. 10 കോർഡിനേറ്റ് വേണ്ടി വരികയാണെങ്കിൽ 10 degrees of freedom ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഒരു സിംഗിൾ പാർട്ടിക്കിൾ എടുക്കുമ്പോൾ നമുക്ക് 3 മതി. ഇപ്പം x1, y1, z1. അടുത്ത അവിടെ ഒരു പാർട്ടിക്കിൾ കൂടി ഉണ്ടെങ്കിലോ, 2 ഫ്രീ പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ, ഒന്നാമത്തെ ആളിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് 3 പേര് വേണ്ടി വരും. x1, y1, z1. രണ്ടാമത്തെ ആളിനെ പറയാൻ വേണ്ടി വരും x2, y2, z2. മൂന്നാമതൊരാണെങ്കിൽ x3, y3, z3. അപ്പോൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ 3 കോർഡിനേറ്റ് വേണ്ടി വരും. സോ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. 2 പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ ആദ്യത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ 3, അടുത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ 3, 3, 6 വേണ്ടി വരും. 3 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലോ ഒന്നാമത്തെ ആളിന് വേണ്ടി 3, രണ്ടാമത്തെ ആളിന് വേണ്ടി 3, മൂന്നാമത്തെ ആളിന് വേണ്ടി 3. അപ്പം 9 വേണ്ടി വരും. പൊതുവായിട്ട് പറഞ്ഞാൽ n ഫ്രീ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ വേണ്ടി വരുന്ന എത്രയായിരിക്കും? ഒരാൾക്ക് 3, 2 പേർക്ക് 6, 3 പേർക്ക് 9. അപ്പോൾ n പാർട്ടിക്കിൾസ് 3n. 3 ഇൻറ്റു ഇത്രയുമായിരിക്കും വേണ്ടി വരും. ഇനി ഇത് ഫ്രീ പാർട്ടിക്കിളിന്റെ കേസാണ്. പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മോഷനുകളിൽ ഭൂരിഭാഗവും കൺസ്ട്രെയിൻഡ് മോഷനാണ്. ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ട്. ആ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഇതിൻ്റെ മോഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അല്ലെങ്കിൽ നമ്പർ ഓഫ് കോർഡിനേറ്റ്സും മാറും. അത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം എടുക്കും. സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം
ഇതിപ്പോൾ എക്സ് ആക്സും ഇത് വൈ ആക്സും ആണെന്ന് എഴുതുക. ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് എഴുതുക. അതിൻ്റെ ബേസിലാണ് പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോർഷനാണ് ഇത്. മാസ് അപ്പോൾ ഇതൊരു കൺസ്ട്രെയിൻഡ് മോഷൻ എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെ എം എന്നുള്ള ഒരു ഫ്രീ പാർട്ടിക്കിൾ അല്ല, ഇതൊരു പോയിന്റ് മാസ് ആണ്. അതൊരു ഫ്രീ പാർട്ടിക്കിൾ അല്ല, അതിന് ഏത് രീതിയിലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്ലെയിനിൽ ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു പ്ലെയിനിൽ ഒന്നുകിൽ എക്സ് വൈ പ്ലെയിനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ വൈ സെഡ് പ്ലെയിനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് സെഡ് പ്ലെയിനിൽ മൂവ് ചെയ്യാം. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം. എന്തായാലും ഒരു പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നമുക്ക് അതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം. പക്ഷെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയണമെങ്കിൽ അത് ഇങ്ങനെ ബബിൾ ചെയ്യാൻ പാടില്ല അല്ലേ. ഏതാണ്ട് ഒരു പ്ലെയിനിൽ മാത്രം ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് അതിനെ സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ മോഷൻ ഒരു പ്ലെയിനിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ലെന്ത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെന്റർ ഓഫ് മാസ് വരെയുള്ള ഈ ലെന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം. L is equal to a constant. അപ്പോൾ രണ്ട് കൺസ്ട്രെയിൻസ് ആണ് അവിടെ ഉള്ളത്. ഒന്ന്, ഇറ്റ് മസ്റ്റ് ഓസിലേറ്റ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ മാത്രമായിരിക്കും ഓസിലേഷൻ. ഇവിടെ ഇപ്പോൾ എക്സ് വൈ പ്ലെയിനാണ് ഞാൻ വരച്ചിരുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. Z is equal to 0. എക്സ് കമ്പോണന്റ് വൈ കമ്പോണന്റ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് ഓസിലേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഇത്രയും ആയിരിക്കും അവിടുത്തെ എക്സ് കമ്പോണന്റ്. ഇത് ഓസിലേറ്റ് ഇവിടെ എത്തുമ്പോൾ ഇത്രയും ആയിരിക്കും അവിടുത്തെ വൈ കമ്പോണന്റ്. അല്ലെങ്കിൽ ഇത് എക്സ്, ഇത് വൈ. അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എക്സ് കുറയും, വൈ കൂടും. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് വൈ കുറയും, എക്സ് കൂടും. എന്തായാലും എക്സും വൈയും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ലെന്ത് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ട്രയാങ്കിൾ നോക്കിയാൽ മതി. ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ബേസും ആൾട്ടിറ്റ്യൂഡും. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ അവിടുത്തെ അടുത്ത ഡിവിഷൻ നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ എന്തായിരിക്കണം? എൽ സ്ക്വയർ. എക്സും വൈയും മാറും, പക്ഷെ എന്തിന് ഈക്വൽ ആയിരിക്കണം? രണ്ടിൻ്റെ സം എൽ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഒന്നാമത്തെ കൺസ്ട്രെയിൻറ്റ്, ഇത് രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ സിമ്പിൾ പെൻഡിൽ എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ പെൻഡിൽ ഒരു കൺസ്ട്രെയിൻറ്റ് മോഷൻ എക്സാമ്പിൾ ആണ്. അവിടെ രണ്ട് കൺസ്ട്രെയിൻ്റ് ആണ് ഉള്ളത്. ഒന്ന്, അത് ഒരു പ്ലെയിൻ സിംഗിൾ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യാൻ ഇസഡ് കോർഡിനേറ്റ് 0. രണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ എൽ സ്ക്വയർ ആയിരിക്കും. കാരണം ഈ ലെന്ത് മാറാൻ പാടില്ല. നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ പറയുന്നതാണ് ലൈറ്റ് ഇൻ എക്സ്റ്റെൻസിബിൾ സ്ട്രിങ് എന്നാണ് പറയുന്നത്. എ മാസ് അറ്റാച്ച്ഡ് ടു എ ലൈറ്റ് ഇൻ എക്സ്റ്റെൻസിബിൾ സ്ട്രിങ്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ലെന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പം അങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് എക്സും വൈയും മാറും, പക്ഷേ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ എൽ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈക്വൽ ടു 0. രണ്ട് കൺസ്ട്രെയിൻസും എഴുതി. ഈ കൺസ്ട്രെയിന്റ് കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നമുക്ക് ഓർമ്മ വരും. രണ്ടും ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? പൊസിഷൻ കോർഡിനേറ്റ് വെച്ച് എഴുതുമ്പോൾ അല്ലേ, അടുത്ത കൺസ്ട്രെയിന്റെ പൊസിഷൻ കോർഡിനേറ്റിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നു. എഫ് ഓഫ് R1 R2 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. പൊസിഷൻ കോർഡിനേറ്റിനെ ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നു. ഫംഗ്ഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈക്വൽ ടു 0 ആക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയും എക്സും വൈയും എന്താണ്? പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ പൊസിഷൻ കോർഡിനേറ്റ് ഫംഗ്ഷൻ ആയിട്ട് ആ കൺസ്ട്രെയിനെ നമ്മൾ എഴുതുമ്പോൾ അതിന് ഈക്വൽ ടു 0 എഴുതാൻ പറ്റുന്നുണ്ട്. സോ ഇതൊരു ഹോളോനോമിക് കൺസ്ട്രെയിന്റ് ആണ്. സിമ്പിൾ പെൻഡത്തിന്റെ കേസിനകത്തുള്ള ഈ രണ്ട് കൺസ്ട്രെയിന്റും ഹോളോനോമിക് ആണ്. കാരണം നമുക്ക് എന്ത്
ഫംഗ്ഷൻ ഓഫ് പൊസിഷനായിട്ട് എഴുതാറുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈക്ക് വരും R1 R2 എക്സെട്ര Rn പിന്നെ ടി ഈക്വൽ ടു 0 ആ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഇത് ഹോളോനോമിക് കൺസ്ട്രെയിൻ്റ് ആണ്. ആൻഡ് ഇവിടെ ടൈം വന്നിട്ടില്ല. ഒന്നാമത്തെ കൺസ്ട്രെയിൻ്റ് ഇക്വേഷനകത്തും ടൈം വന്നിട്ടില്ല, രണ്ടാമത്തെ കൺസ്ട്രെയിൻ്റ് ഇക്വേഷനകത്തും ടൈം വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് സ്ക്ലിയറോനോമിക് ആണ്. ടൈമുമായിട്ട് ഡിപ്പെൻഡൻ്റ് ഇല്ലെങ്കിൽ അത്തരം കൺസ്ട്രെയിൻറ്റുകളെ നമ്മൾ എന്ത് പറയും? സ്ക്ലിയറോനോമിക് എന്ന് പറയും. അപ്പം സിമ്പിൾ പെൻഡത്തിൻ്റെ കേസിനകത്തുള്ള കൺസ്ട്രെയിൻ്റ് ഹോളോനോമിക് ആണ്, അതോടൊപ്പം എന്തുമാണ്? സ്ക്ലിയറോനോമിക്കുമാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടുമായി. ഇനി അപ്പം നമുക്കറിയാം ഇങ്ങനെയുള്ളത് കൊണ്ട് ഈ മാസിന് ഈ ഒരു ആർക്കിൽ മാത്രമേ ഓസിലിക്കാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ, അപ്പോൾ ഇതുമാണ് മാക്സിമം എങ്കിൽ ഈ നെഗറ്റീവ് മാക്സിമത്തിനും പോസിറ്റീവ് മാക്സിമത്തിനും ഇടയ്ക്ക് മാത്രമായിരിക്കും ഇതിന് ഓസിലേറ്റ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ഇതിപ്പം പോസിറ്റീവ് മാക്സിമത്തിലാണോ, മീൻ പൊസിഷനിലാണോ, നെഗറ്റീവ് മാക്സിമത്തിലേക്കാണോ, പോസിറ്റീവ് മാക്സിമത്തിലേക്കാണോ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് മാക്സിമത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സും വൈ ഒന്നും പറയാൻ നിൽക്കേണ്ടത്, ഈ ആംഗിൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പറയുന്നത് തീറ്റ ഈക്വൽ ടു 5 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം ഇത് സിമ്പിൾ പെൻഡമാണ്. ഈ ഒരു പാത്തിൽ മാത്രമേ ഇതിന് ഓസിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ ഉള്ള ആംഗിൾ 5 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇവിടെയാണ്. ഇതിൽ നിന്ന് 5 ഡിഗ്രി മാറ്റി നോക്കി നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ പറയുന്നത് മൂന്നാമത്തെ സെക്കൻഡിൽ അത് 10 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ്. അല്ലെങ്കിൽ 8ാമത്തെ സെക്കൻഡിൽ അത് -3 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനോട്ട് ഈ വശത്താണ്. അപ്പോൾ ഒരൊറ്റ കോർഡിനേറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊണ്ട്, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ മോഷനകത്ത് എവിടെയാണോ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ ആക്ച്വലി ഒറ്റ കോർഡിനേറ്റിൻ്റെ ആവശ്യമാണ്. തീറ്റ എന്ന് പറഞ്ഞ് ഈ ഒറ്റ വേരിയബിളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, ആക്ച്വലി ഈ മാസ് ഒരു ഫ്രീ പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ അതിന് 3 കോർഡിനേറ്റ് വേണ്ടി വന്നേനെ. എൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി എക്സും വൈയും ഇസഡും വേണ്ടി വന്നേനെ. എക്സും വൈയും ഇസഡും വേണ്ടി വന്നേനെ അതിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചു? ഇവിടെ ആകെ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പാർട്ടിക്കിൾ ഉള്ളതുകൊണ്ട് 3 × 1 3 ആണ് ഇവിടുത്തെ വേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെ 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. 2 കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരൊറ്റ വേരിയബിൾ കൊണ്ട് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 3 ആണ് വേണ്ടിയത് അല്ലേ? ഇതൊരു പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഒരു പാർട്ടിക്കിളിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടത് 3 എണ്ണമാണ്. പക്ഷേ നമുക്കിവിടെ ഇപ്പോൾ എത്ര മതി? 1 മതി. തീറ്റ എന്ന് പറഞ്ഞ ഒറ്റ ആൾ മതി. അതിന് കാരണം 3 ആയിരുന്നു വേണ്ടിയിരുന്നെങ്കിലും അവിടെ 2 കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയായിട്ട് മാറി? 1 ആയിട്ട് മാറി. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്തിനെ അഫക്റ്റ് ചെയ്യും? അവിടെ വേണ്ടി വരുന്ന കോർഡിനേറ്റുകളുടെ നമ്പറിനെ അഫക്റ്റ് ചെയ്യും. ആ മോഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന കോർഡിനേറ്റുകളുടെ എണ്ണത്തെ ആര് അഫക്റ്റ് ചെയ്യും? ഇവിടുത്തെ കൺസ്ട്രെയിൻസ് അഫക്റ്റ് ചെയ്യും. 2 കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ആ 2 കൺസ്ട്രെയിൻസ് കുറച്ച് ഒരെണ്ണം മതി. ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ 3 - 1 2 കോർഡിനേറ്റ് വേണ്ടി വന്നതാണ്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഒരു ഫ്രീ പാർട്ടിക്കിളിന് വേണ്ടത് 3 എണ്ണമാണ്. അപ്പോൾ n ഫ്രീ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ വേണ്ടി വരുന്ന കോർഡിനേറ്റിൻ്റെ എണ്ണം 3n ആണ്. വേണ്ടി വരുന്ന കോർഡിനേറ്റിൻ്റെ എണ്ണം 3n ആണ്. അവിടുത്തെ കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം k ആണെങ്കിൽ വേണ്ടി വരുന്ന കോർഡിനേറ്റിൻ്റെ എണ്ണം 3n - k ആണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 3 കോർഡിനേറ്റ് കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ പൊസിഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതിന് n ഫ്രീ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 3n വേണം. പക്ഷെ അവിടെ അവർക്കിടയിൽ എന്തുണ്ടെങ്കിൽ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ, എത്ര കൺസ്ട്രെയിൻസ്? k കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മതി? 3n - k. ഉദാഹരണത്തിന് ഇവിടുത്തെ കേസിനകത്ത് ഒരു പാർട്ടിക്കിളാണ്. ഒരു പാർട്ടിക്കിൾ ആയതുകൊണ്ട് 3 × 1 3 ആണ്. കൺസ്ട്രെയിൻസ് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 3 - 2 ഒറ്റ ആളെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ മോഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാണ് വേണ്ടി വരുന്ന കോർഡിനേറ്റിൻ്റെ എണ്ണം. അപ്പോൾ n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിൽ k കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അവിടെ വേണ്ടി വരുന്ന കോർഡിനേറ്റുകളുടെ എണ്ണം 3n - k ആണ്. അതിനെയാണ് എന്ത് പറയുക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? സ്മാൾ n ഈസ് ഈക്വൽ ടു 3n - k. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സ്മാൾ n ഈസ് ഈക്വൽ ടു 3n - k. അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത്രയും കോർഡിനേറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10 എന്ന് പറഞ്ഞാൽ 10 കോർഡിനേറ്റ്സ് വേണ്ടി വരും അവിടുത്തെ മോഷൻ സ്പെസിഫൈ ചെയ്യാൻ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണെന്ന് പറഞ്ഞാൽ 2 കോർഡിനേറ്റ്. ഫോർ എക്സാമ്പിൾ ക്യാരം ബോർഡിൻ്റെ കേസിനകത്ത് ക്യാരം കോയിൻസ്, ആ ബോർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലെയിനിൽ മാത്രമേ ആ ക്യാരം കോയിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണ്. കാരണം അതൊരു ഫ്രീ പാർട്ടിക്കിൾ ആകുമ്പോൾ 3 ആണ് വേണ്ടത് അല്ലേ? ഒരു ഫ്രീ പാർട്ടിക്കിൾ ആകുമ്പോൾ 3 ആണ് വേണ്ടത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലെയിനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പം ഒരു കൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ 3 2. അതുകൊണ്ട് ക്യാരം ബോർഡിനകത്തുള്ള ഒരു കോയിൻ്റെ പൊസിഷൻ സ്പെസിഫിക് 2 കോർഡിനേറ്റ് ഉണ്ട്, എക്സും വൈയും. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അത്രയും രീതിയിൽ അനന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും അർത്ഥം. അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മനസ്സിലായ കാണുമ്പോൾ വിശ്വസിക്കും. അപ്പോൾ ഇതാണ് സിമ്പിൾ. അപ്പോൾ സിമ്പിൾ പെൻഡത്തിന് വെച്ചാണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ പെൻഡത്തിന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരൊറ്റ കോർഡിനേറ്റ് മതി. ആ കോർഡിനേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മോഷൻ സ്പേസ് ചെയ്യാം. അല്ല എക്സും വൈയും ഇസഡ് ഒന്നും പറയാൻ നിൽക്കേണ്ട, ഈ ആംഗിൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ 3n ആയിരിക്കണം. അപ്പോൾ n പാർട്ടിക്കിൾസ് സിസ്റ്റത്തിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3n ആയിരിക്കണം. പക്ഷേ k കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അത് പോയിട്ട് ബാക്കി ഇത്ര എണ്ണം മതി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരൊറ്റ ആണ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേറെ എക്സാമ്പിൾ പറയുന്നു. ഉദാഹരണത്തിന് അപ്പം n കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു? അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് മോഷൻ സ്പെസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ സ്റ്റേറ്റ് എന്നുള്ള വാക്ക് കേൾക്കും. ആ സ്റ്റേറ്റ് നിങ്ങൾ തെർമോഡൈനാമിക്കൽ സ്റ്റേറ്റുമായിട്ടൊന്നും കോറിലേറ്റ് ചെയ്തില്ല. സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളോട് എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ? സ്റ്റേഷനറി ആണോ, യൂണിഫോം വെലോസിറ്റി മൂവ് ആണോ, ആക്സിലറേഷൻ ഉണ്ടോ, അങ്ങനത്തെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്, സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും n കോർഡിനേറ്റ്സുകൾ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്നു ഇപ്പോൾ 5 കോർഡിനേറ്റ് വേണ്ടി വരും എന്ന് പറയുന്നു. 5 കോർഡിനേറ്റ്സ് വേണ്ടി വരും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണെന്ന് പറയുന്നത്. അതിനർത്ഥം 5 കോർഡിനേറ്റ് വേണ്ടി വരുമെന്നില്ല. അപ്പോൾ ആ കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യാം? Q1, Q2, Q3, Q4, Q5 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ 10 കോർഡിനേറ്റ് വേണ്ടി വരികയാണെങ്കിലോ ഒന്നാമത്തെ കോർഡിനേറ്റ് Q1, രണ്ടാമത്തെ Q2, മൂന്നാമത്തെ Q3, അങ്ങനെ പോയിട്ട് Q10 വരെ. അപ്പോൾ അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞാൽ n കോർഡിനേറ്റ്സ് വേണ്ടി വരികയാണെങ്കിൽ ആ കോർഡിനേറ്റുകൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സെട്ര. ഈ കോർഡിനേറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഇങ്ങനെ ഉള്ള കോർഡിനേറ്റുകളെ നമ്മൾ എന്ത് വിളിക്കും? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സ്മാൾ n ആണെങ്കിൽ അത്രയും നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് വേണം ആ മോഷൻ സ്പെസിഫൈ ചെയ്യാൻ എന്നാണ് അർത്ഥം. അപ്പോൾ ആ കോർഡിനേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? Q1, Q2 ഈ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അല്ലെങ്കിൽ മിനിമം ഇത്രയും കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സ്പെസിഫൈ ചെയ്യാൻ പറ്റൂ. ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്, ആ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഇനി ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ. നമ്മൾ കോർഡിനേറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് XYZ ആണ് എപ്പോഴും, ഇല്ലേ? XYZ നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റമാണ് പഠിച്ചത്. എത്ര നാൾ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പഠിച്ചപ്പോൾ പ്രോബ്ലങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? എടുത്തേക്കുന്നത്. അതുകൊണ്ട് കോർഡിനേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് XYZ ആയിരിക്കും എപ്പോഴും ഓർമ്മ വരുന്നത്. പക്ഷേ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി ചിന്തിക്കാൻ അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ തയ്യാറാവണം. ഉദാഹരണത്തിന് ഇവിടെ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നോക്ക്, നമ്മളിപ്പോൾ ആംഗിൾ ആണ് ഉപയോഗിക്കുന്നത്, തീറ്റയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിനകത്ത് 2 കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് ഒരൊറ്റ വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ മോഷൻ സ്പെസിഫൈ ചെയ്യാൻ. അപ്പൊ തീറ്റയാണ് വേരിയബിൾ.
അപ്പോൾ ഈ തീറ്റിനടുത്ത ജനറലൈസ്ഡ് കോർഡിനേറ്റ്. സോ സിമ്പിൾ പെൻഡത്തിന്റെ കേസിനകത്ത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q1 ഈക്വൽ ടു തീറ്റ. ഒറ്റയാളേ ഉള്ളൂ, അതാരാണ്? തീറ്റയാണ്. എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എല്ലായ്പ്പോഴും XYZ പോലെ ലെന്തുകളാകണമെന്നൊരു നിർബന്ധമില്ല. ഈ പറഞ്ഞ ലെന്തുകൾ ആക്സിയൽ ലെന്തുകളാകണമെന്ന് ഒരു അത് ആംഗിൾ ആവാം, എനർജി ആവാം, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണമാവാം. അപ്പൊ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് XYZ എന്ന കോർഡിനേറ്റ് ആയിരിക്കും. പക്ഷെ അതല്ല, അങ്ങനെ വരണമെന്ന് അങ്ങനെ വരാം. XYZ ആവാം, XYZ ആവാം. പക്ഷെ പൊതുവായിട്ട് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും ഈ പറഞ്ഞ കണക്ക് ലെന്തുകൾ തന്നെ ആകണം. ചിലപ്പോൾ ലെന്തിന്റെ സ്ക്വയർ ആയിരിക്കും, ചിലപ്പോൾ വെലോസിറ്റി ആയിരിക്കും, ചിലപ്പോൾ ആംഗിൾ ആയിരിക്കും, ചിലപ്പോൾ എനർജി ആയിരിക്കും അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് വരിക. എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ പെൻ. സിമ്പിൾ പെൻഡത്തിന്റെ കേസിനകത്ത് ഒരൊറ്റ കോർഡിനേറ്റ് മതി അതിന്റെ മോഷൻ സ്പെസിഫൈ ചെയ്യാൻ. ആ കോർഡിനേറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്തിനെ ആകണമെന്നില്ല, ലെന്ത് തന്നെ ആകണമെന്നില്ല. അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണോ ആവാം. അത് നമ്മൾ അവിടുത്തെ മോഷൻ ഒബ്സർവ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആരെയാണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ സിമ്പിൾ പെൻഡത്തിന്റെ കേസിനകത്ത് ആംഗിൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ ആംഗിൾ ആണ് അവിടുത്തെ ജനറലൈസ്ഡ് ക്വാണ്ടിറ്റി. മനസ്സിലായോ? അപ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അത്രയും കോർഡിനേറ്റ്സ് നമുക്ക് വേണ്ടി വരും. ആ കോർഡിനേറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ആ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താകണമെന്നില്ല, ലെന്തുകളാകണമെന്നില്ല. ഏത് ക്വാണ്ടിറ്റി വേണമാവാം. ഇവിടെ ഇപ്പം ആംഗിൾ ആണ്. ഇനി അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നോക്ക്, ഇവിടെ നമ്മളിപ്പോൾ എടുത്ത ജനറലൈസ്ഡ് കോർഡിനേറ്റ് തീറ്റയാണ്. ആ തീറ്റ എന്ന് പറഞ്ഞ ആളിനെ ഉപയോഗിച്ച് നമുക്ക് അവിടുത്തെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പിടിക്കാം. നമ്മളെപ്പോഴും XYZ ആണ് പൊസിഷൻ പറയാൻ. ഇവിടെ നമ്മൾ പൊസിഷൻ പറയാൻ വേണ്ടി എടുക്കുന്ന ആംഗിൾ ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് X-ഉം Y-Z ആയിരിക്കും. പക്ഷെ ഈ തീറ്റയിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും? X-ലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിന് നിങ്ങൾ അതാണ്ട് ഈ ഒരു ട്രയാങ്കിൾ നോക്കിയാൽ മതി. ഇത് X, ഇത് Y, ഇത് തീറ്റ, ഇത് L. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ നിങ്ങൾ ആ കോസ് തീറ്റ എടുത്തെന്ന് വരും. കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അവിടെ നിന്ന് X ഈക്വൽ എന്ത് വരും? L കോസ് തീറ്റ. സൈൻ തീറ്റ എടുത്താലോ? ഓപ്പോസിറ്റ് സൈഡ് Y ബൈ L. അവിടെ Y ഈക്വൽ എന്ത് എഴുതാം? L സൈൻ തീറ്റ. അപ്പൊ എന്തും പോയിച്ചു, നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ മാറ്റിയിട്ട് അതിന് പകരം എന്ത് ചെയ്തു? ജനറലൈസ്ഡ് കോർഡിനേറ്റ് എഴുതി. എന്നിട്ട് ആ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ഫംഗ്ഷനായിട്ട് ആരെ എഴുതാൻ പറ്റും? അവിടുത്തെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എഴുതാൻ പറ്റും. അപ്പോൾ എക്സിനെ ആരെ ഫംഗ്ഷൻ ആക്കി എഴുതി? അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പം എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. ഇനി തീറ്റ എന്താണ്? ഫംഗ്ഷൻ ഓഫ് Q1 ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അതേപോലെ y എന്താണ്? y എന്ന് പറഞ്ഞാൽ y നമ്മൾ എന്താക്കി എഴുതി? തീറ്റയുടെ ഫംഗ്ഷൻ ആക്കി എഴുതി. സോ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q1, Q2, Q3 കിട്ടും. അപ്പോൾ ഇവിടെ രണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടായിരുന്നല്ലോ. രണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? X ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q1 ആൻഡ് Q2. അതുപോലെ y എന്തായിരുന്നതിന്? y ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q1 ആൻഡ് Q2. മൂന്ന് കോർഡിനേറ്റ് ഉണ്ടായിരുന്നെങ്കിലോ? മൂന്ന് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ X ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q1, Q2, Q3. y ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q1, Q2, Q3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് അവിടുത്തെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെ എഴുതാൻ പറ്റും. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ കേസിനകത്ത് ഓരോ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാനും നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റും കാണും, അതല്ല ജനറലൈസ്ഡ് കോർഡിനേറ്റും കാണും. അപ്പോൾ ആ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എഴുതാൻ പറ്റും. അതിന് ഇപ്പം ഒന്നാമത്തെ പാർട്ടിക്കിൾ ഉള്ളത് X1, അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ X2, മൂന്നാമത്തെ പാർട്ടിക്കിളിന്റെ കാര്യമാകുമ്പോൾ X3, അപ്പം പൊതുവെ വരുന്നത് Xi. ith പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ്. ith പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്താം? ഫംഗ്ഷൻ ഓഫ് Q1, Q2, എക്സെട്ര Qn. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. അപ്പം ഇവിടുത്തെ മോഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ ആ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എഴുതാൻ പറ്റും. ഇപ്പോൾ ഐക്ക് 1 കൊടുത്താൽ ഒന്നാമത്തെ ആളുടെ കിട്ടും. അപ്പോൾ ഇത് കണക്കൊരു ഇക്വേഷൻ ഉണ്ടാവില്ല. ഇത് കണക്ക് Q1, Q2, Q3 ലെവലിൽ ഇക്വേഷൻ അടക്കമാണ്. അത് നമുക്ക് അതിൻ്റെ ith പാർട്ട് Q1, Q2, എക്സെട്ര Qn. ടൈമും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. Z. അപ്പോൾ എത്രയേ ഉള്ളൂ?
ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ ആ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്തിലോട്ട് മാറ്റാം? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് മാറ്റാം. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ RI വെക്ടർ ഈക്വൽ ടു RI വെക്ടർ നമുക്ക് എന്തിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം? Q1 Q2 എക്സെട്ര Qn. ഇത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയാം. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് അടുത്ത കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ നിന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് മാറ്റി എഴുതാം. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആയിട്ട് എഴുതണം. ഇതിപ്പോൾ തൽക്കാലം ഇതാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ ഇതാണ്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ കഴിയുമ്പോൾ ആക്ച്വൽ ഇക്വേഷൻ ഇതാണ്. അത് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂന്ന് എഴുതുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതേപോലെ ഇതിനൊരു ആക്ച്വൽ ഇക്വേഷൻ കാണും, ഇതിന് ഫംഗ്ഷനായിട്ട് എഴുതാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയും. ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞാൽ എത്ര എണ്ണം വേണം, ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആ ആൾക്കാർ. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 എന്ന് പറഞ്ഞാൽ 3 കോർഡിനേറ്റ് വേണ്ടി വരും. ആ 3 കോർഡിനേറ്റുകൾ Q1 Q2 Q3 ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എണ്ണമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇതിൽ അറിയണം, എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്നുള്ളത് എന്ത് തന്നെ ആകണമെന്നില്ല, ലെന്ത് തന്നെ ആകണമെന്നില്ല. അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണോ ആവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ അടുത്ത പ്രോബ്ലം നോക്കുമ്പോഴേ മനസ്സിലാവും. ഓക്കെ.